ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ സങ്കടം, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ കണ്ണുനീര് കാണുന്നില്ല, ഞാൻ അവിടുത്തെ സന്നിധിയിൽ നിലവിളികൾ ഉയർത്തിയിട്ടും എൻ്റെ നിലവിളി ശ്രദ്ധിക്കാത്തൊരു ദൈവം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒഴുക്കുന്ന ഓരോ കണ്ണുനീർ തുള്ളികൾക്കും കർത്താവ് ഉത്തരം നൽകും. അത് ഉത്തരം നൽകാതിരിക്കുകയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മക്കളെ ലഭിക്കാൻ വേണ്ടി വാവിട്ട് നിലവിളിച്ച് വർഷങ്ങളോളം പ്രാർത്ഥിച്ചവരുണ്ട്. വിവാഹ തടസ്സം, ജോലി തടസ്സം, കടബാധിതകൾ, ഞെരുക്കങ്ങൾ, സങ്കടങ്ങൾ, മദ്യപാനത്തിൻ്റെയും മറ്റ് പലതരത്തെ ദുശികളും കഴിവുപെട്ട ജീവിത പങ്കാളി മക്കളെ ഓർത്തുള്ള സങ്കടങ്ങൾ, ആ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. സംഗീത പുസ്തകം 140 അധ്യായം 6 ലിഖിതം, സാംസ് 140:6. കർത്താവിനോട് ഞാൻ പറയുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം. കർത്താവെ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. ഇതാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവിനോട് നീ അസേർട്ട് ചെയ്ത് പറയണം, അങ്ങാണ് എൻ്റെ ദൈവം, മറ്റൊരു ദൈവം എനിക്കില്ല. അപ്പോൾ കർത്താവ് നമ്മുടെ യാചനകളുടെ സ്വരം കേൾക്കും. അങ്ങനെ ദൈവമാണ് എൻ്റെ യാചനയുടെ സ്വരം കേൾക്കണമേ എന്ന് ഉറപ്പിച്ച് പറയണം. ആ ഒരു ഉറപ്പ് നാം കർത്താവിന് കൊടുത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കൃപകൾ കൊണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.